ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിങ്ങളുടെ ഉള്ളിൽ ഈ അൾത്താരയിൽ സമർപ്പിക്കാൻ ഏതെങ്കിലും നിയോഗം പ്രത്യേകം ഓർത്തെ. എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന സമയം ഓരോ വ്യക്തിയും വിശ്വസിക്കുക. കർത്താവേ, ഈ നിയോഗം ഞാൻ ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. എന്നിൽ എൻ്റെ ദൈവം അത്ഭുതകരമായി പ്രവർത്തിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നാളുകളായി നിങ്ങളുടെ മനസ്സിനെ വല്ലാണ്ട് ഭാരപ്പെടുത്തുന്ന ഏതെങ്കിലും വിഷയമുണ്ടാവും. ഒരുപക്ഷെ ചില വിഷയങ്ങളിൽ ഇതെന്തായി തീരുമെന്ന് വല്ലാണ്ട് ഭാരം മനസ്സിലുണ്ടാവും. ഇതൊന്നും ശരിയാകില്ല എന്ന് ചിലപ്പോൾ തലയ്ക്കകത്തിരുന്ന് നമ്മുടെ ചില അനുഭവങ്ങൾ നമ്മളോട് പറയും. കാരണം നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും അങ്ങനെയേ കണ്ടിട്ടുള്ളൂ, ഇതൊന്നും ശരിയാകുന്നില്ല. കർത്താവേ, ഈ അൾത്താരയുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഞങ്ങളുടെ നിയോഗത്തെ സമർപ്പിക്കുകയാണ്. ഇന്ന് ഈ പോട്ടാശ്രമത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി സർവശക്തനായ ദൈവം നമ്മിൽ അത്ഭുതകരമായി പ്രവർത്തിക്കും. കാരണം ദൈവം പ്രതിഫലം നൽകുന്നവനാണ്. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. ഇന്ന് നിങ്ങൾ ഈ ആലയത്തിലോട്ട് വന്നത്, ഈ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് ഈശോയുടെ അങ്ങേയറ്റം സ്നേഹമുള്ളത് കൊണ്ടാണ്. ആ സ്നേഹത്തിന് ഈശോ പ്രതിഫലം നൽകും. നമ്മുടെ വിശ്വസ്തതയ്ക്ക് ഈശോ പ്രതിഫലം നൽകും. നമ്മുടെ സഹനത്തിന് ഈശോ പ്രതിഫലം നൽകും. നമ്മുടെ കണ്ണുനീരിന് കർത്താവ് പ്രതിഫലം നൽകും. വിശ്വസിക്കണം. ഇന്ന് നമ്മൾ ഒഴുക്കുന്ന കണ്ണുനീർ അതൊരു വിത്താണ്. എന്നാൽ ഈ വിത്ത് ഇന്നല്ലെങ്കിൽ നാളെ അത് ഫലം ചൂടും. അത് കൊയ്യുന്നതാണ് അത്ഭുതമെന്ന് പറയുന്നത്. ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം നൽകും. ഓരോ വ്യക്തിയും വിശ്വസിക്കുക. എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം നൽകും. ഓരോരുത്തരും സ്വയം ഒന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം, എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം നൽകും. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ, എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം നൽകും. എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം നൽകും. ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ചില വചനങ്ങൾ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യുകയോ ഈ ശുശ്രൂഷ സമയത്ത് ഇത് ഹൃദയത്തിൽ സ്വീകരിക്കുകയോ ചെയ്യണം. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം 1-ാം തിരുവചനം. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന ഒരു അത്ഭുത വചനമാണ്. അബ്രാഹത്തോട് ദൈവം പറഞ്ഞ കാര്യം എന്താണെന്നറിയാവോ? അബ്രാഹമേ, നിന്റെ പ്രവൃത്തിക്ക് നിനക്ക് പ്രതിഫലം ലഭിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. വലതുകരം ഉയർത്തിപ്പിടിക്കൂ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, അബ്രാഹത്തിന് പ്രതിഫലം നൽകിയതുപോലെ എനിക്കും എൻ്റെ കർത്താവ് പ്രതിഫലം നൽകും. ദൈവമേ, എൻ്റെ കണ്ണുനീരിന് ഉത്തരമുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. എൻ്റെ ദൈവം എൻ്റെ അവസ്ഥ അറിഞ്ഞ് എനിക്ക് പ്രതിഫലം നൽകും. വിശ്വസിക്കുന്നവരാ വലതുകര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഉച്ചത്തിലൊരു 3 ആമേൻ പറഞ്ഞേ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം. സെൻറ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 4. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇത് വിശ്വസിച്ചോണം. ഏറ്റുപറഞ്ഞേ, രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രതിഫലം നൽകും. വലതുകര ഉയർത്തിപ്പിടിച്ചോ. ഈ വചനം അങ്ങ് ഏറ്റുപറഞ്ഞോ. രഹസ്യങ്ങൾ അറിയുന്ന എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം നൽകും. പ്രതിഫലം നൽകും. പ്രതിഫലം നൽകും. ആമേൻ, ആമേൻ, ആമേൻ. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം തിരുവചനം.
ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 11 വേർഡ് 6. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ഇത് ഇവിടെ ഇരിക്കുന്ന ഓൺലൈൻ പങ്കെടുക്കുന്ന സകലരും ഇതങ്ങ് വിശ്വസിക്കണം. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ആരാണ്? ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാൻ പറ്റും. ദൈവത്തോട് അങ്ങേയറ്റം സ്നേഹമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ദീർഘദൂരം യാത്ര ചെയ്തും നിങ്ങളുടെ ഈ സമയം ഓൺലൈനൊക്കെ ഉള്ളവർ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതും ഈശോയോട് അങ്ങേയറ്റം സ്നേഹമുള്ളത് കൊണ്ടാണ്. ഉള്ളവരൊച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. വചനം പറയുന്നു, ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകും. രണ്ട് കരങ്ങൾ ഇങ്ങനെ വിരിച്ചു പിടിച്ചേ, രണ്ട് കരങ്ങൾ ഇങ്ങനെ വിരിച്ചു പിടിച്ചേ. ശൂന്യമായ കൈകളാണ്. നമ്മൾ വിശ്വസിക്കുകയാണ്, എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം നൽകും, എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം നൽകും. യെസ്, എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം നൽകും. സ്വർദി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 22 അധ്യായം അതിൻ്റെ 12 തിരുവചനം, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 22 വേർഡ്സ് 12, അതിലിങ്ങനെ പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്, ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഹല്ലേലൂയാ. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പ്രാർത്ഥിച്ചു മടുത്തു, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇത്രയുമൊക്കെ ഞാൻ ത്യാഗപ്രവർത്തികൾ ചെയ്തു എന്നിട്ട് ഉത്തരം കിട്ടുന്നില്ല, ഇത്രയുമൊക്കെ ഞാൻ സഹിച്ചു, ഇത്രയുമൊക്കെ ഞാൻ കാത്തിരുന്നു, ഇത്രയും നാൾ ഞാൻ കണ്ണുനീരൊഴുക്കി, ഒരു ഉത്തരവും കാണുന്നില്ല എന്ന് സങ്കടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചോ എല്ലാവരും. എന്നിട്ട് വിശ്വസിച്ചോ, വെളിപാട് പുസ്തകം 22:12 നിന്നിൽ സംഭവിക്കും, നിന്റെ കുടുംബത്തിൽ സംഭവിക്കും. ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്, ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് വിശ്വസിക്കുക, എൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകും, എൻ്റെ കുടുംബത്തിൻ്റെ കണ്ണുനീരിൽ കർത്താവ് ഇടപെടും, ഇന്ന് ഞാൻ കടന്നു പോകുന്ന വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കും. വിശ്വസിച്ചോ. ഒരു പക്ഷേ നമ്മുടെ ബുദ്ധിക്കകത്ത് കുറേ തടസ്സങ്ങൾ തെളിഞ്ഞു വരും. എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണല്ലോ, ആ വ്യക്തി ഇങ്ങനെയാണല്ലോ, ഈ സംഭവം ഇങ്ങനെയാണല്ലോ, ഇതൊക്കെ ശരിയാകുമോ? വചനം പഠിപ്പിക്കുന്നു, ശരിയാകും. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും, ദൈവം ഈ വിഷയത്തിൽ ഇടപെടും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു 3 ഹല്ലേലൂയ പറഞ്ഞേ. ഒരു വചനം കൂടെ എഴുതിക്കേ. 1 കൊറിന്തോസ് 15 അധ്യായം 58 തിരുവചനം, 1 കൊറിന്ത്യൻസ് ചാപ്റ്റർ 15 വേഴ്സ് 58, 15 അധ്യായം 58 തിരുവചനം. കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലുമായിരിക്കുവിൻ. കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട്, അത് വിശ്വസിച്ചോണം. കർത്താവിന് വേണ്ടി ദൈവസന്നിധിയിൽ നീ ചെയ്യുന്ന ഒരു കുഞ്ഞു കാര്യം പോലും നിഷ്ഫലമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലം ചൂടാതെ പോവില്ല. നാട്ടുകാരൊരു പക്ഷെ അംഗീകരിച്ചിട്ടുണ്ടാവില്ല, നിന്റെ പ്രിയപ്പെട്ടവർ നിൻ്റെക്ക് ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ടാവില്ല. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു, ഇതാ സർവശക്തനായ ദൈവം ഈ ശുശ്രൂഷ സമയത്ത് പറയുന്നു, നീ ഒരു ദൈവപ്രവൃത്തി ചെയ്താൽ, നീ ഒരു കൊന്ത ചൊല്ലിയാൽ, നീ ഒരു വചനം വായിച്ചാൽ, നീ യേശുവേ എന്ന് വിളിച്ചാൽ അതിന് പ്രതിഫലം ഉണ്ട്, പ്രതിഫലമുണ്ട്. കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ചേ. ഹെബ്രാ ലേഖനം 6:10, ദൈവം നീതിമാനാണ്. ഗോഡ് ഈസ് നോട്ട് അൺജസ്റ്റ്, ഹി വിൽ നോട്ട് ഫൊർഗെറ്റ് യുവർ വർക്ക്
ആൻഡ് ദ ലവ് യു ഹാവ് ഷോൺ ഹിം. ദൈവം നിന്റെ മുമ്പിൽ നീതിരഹിതനല്ല, മറിച്ച് ശക്തമായ നീതി പ്രവർത്തിക്കും, പ്രതിഫലം നൽകും, പ്രതിഫലം നൽകും. നീ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഒരുപക്ഷെ ആരും കണ്ടിട്ടില്ലായിരിക്കും നിന്റെ കുറേ സഹനം, ആർക്കും മനസ്സിലാവുന്നില്ലായിരിക്കും നീ കടന്നു പോകുന്ന അവസ്ഥ. പക്ഷെ വിശ്വസിക്കുക, എൻ്റെ ദൈവം പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എൻ്റെ കുടുംബത്തിൽ ദൈവം പ്രവർത്തിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, ഉച്ചത്തിലൊന്ന് ഏറ്റുപറഞ്ഞോ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലുമായിരിക്കുവിൻ. സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്നേ. രണ്ട് തരത്തിൽ കർത്താവ് പ്രതിഫലം നൽകും. ഒന്ന് ഭൗതിക തലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായി ഭൗതിക തലങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. അത് നിൻ്റെ കുടുംബത്തിന് സംരക്ഷണമായിരിക്കും, മക്കളുടെ ജീവിതം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി മേഖല, സമ്പത്ത്, കുടുംബത്തിലെ സമാധാനം. ഭൗതിക മേഖലയിൽ അനുഗ്രഹം കിട്ടുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മീയമായ പ്രതിഫലം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം പുസ്തകം 4-ാം അധ്യായം 7-8 തിരുവചനം പറയുന്നു, ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ആണ്, ആത്മീയ പ്രതിഫലം കിട്ടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും അല്പം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിൽ അനേകർക്ക് കർത്താവ് നൽകുന്നൊരു ബോധ്യമാണ്. വീട്ടിൽ ആരും കാണാതെ മകൾക്ക് വേണ്ടി കല്ലുകൾ നിരത്തി വെച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അമ്മേ, ദേ ഉറപ്പിച്ചോ, ആരും കാണാതെ നീ ചെയ്യുന്ന ത്യാഗപ്രവൃത്തിക്ക് ഉത്തരമുണ്ട്, ഉത്തരമുണ്ട്. ആരും കാണാതെ നീ ചെയ്യുന്ന സേവനങ്ങൾക്ക്, ആരും കാണാതെ നീ ചെയ്യുന്ന സേവനങ്ങൾക്ക്, സഹായങ്ങൾക്ക് ഉത്തരമുണ്ട്, പ്രതിഫലമുണ്ട്, പ്രതിഫലമുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ശുശ്രൂഷകർ ചിന്തിക്കുന്നു, എനിക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല, പരിഗണന കിട്ടുന്നില്ല, എനിക്ക് വേണ്ടത്ര രീതിയിലൊരു ഉയർച്ച കിട്ടുന്നില്ല. എന്നാൽ പ്രിയ സഹോദര സഹോദരി, നീ വിശ്വസിക്കുക, നീ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഒരു കുഞ്ഞു കാര്യത്തിന് പോലും നിനക്ക് പ്രതിഫലം കിട്ടും. കർത്താവ് പ്രതിഫലം നൽകും, കർത്താവ് പ്രതിഫലം നൽകും. നീ അത് വിശ്വസിക്കണം. നീ ഈ സമയത്ത് വിശ്വസിക്കുക, കർത്താവേ, എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ പ്രതിഫലം ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. മത്തായി സുവിശേഷം 5:12, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ജോബിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നു, ജോബിനെല്ലാം നഷ്ടപ്പെട്ടു, എന്നാൽ ദൈവത്തെ കൈവിട്ടില്ല, ദൈവത്തെ കൈവിട്ടില്ല. എല്ലാം നഷ്ടപ്പെട്ടു, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു, വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല, എല്ലാം കയ്യിൽ നിന്ന് പോയി, പക്ഷെ ദൈവത്തെ കൈവിട്ടില്ല. എൻ്റെ പ്രിയരെ, ഈ പോട്ട ആശ്രമത്തിൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നീയും ഞാനും ചെയ്യേണ്ട പ്രവൃത്തി എല്ലാം കയ്യിൽ നിന്ന് പോകുന്നുണ്ടാകും, പക്ഷേ ദൈവത്തെ വിട്ടേക്കരുത്, ദൈവകാര്യങ്ങളെ വിട്ടേക്കരുത്. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 12-ാം തിരുവചനം, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. ഇന്ന് നീ കടന്നു പോകുന്ന ഈ സങ്കടത്തെ ഒരു പരീക്ഷയായി മനസ്സിലാക്കി ക്ഷമയോടെ സഹിക്കുവിൻ, ക്ഷമയോടെ സഹിക്കുവിൻ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ജീവിത പങ്കാളി ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്ന ഭാര്യ ഉണ്ടല്ലോ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചോ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചോ. ഭർത്താവിൻ്റെ സംശയ രോഗം മൂലം വല്ലാണ്ട് വിഷമിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ, നിന്റെ സങ്കടം കർത്താവിനറിയാം. നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ഉരുകിത്തീരുന്നത് കർത്താവിനറിയാം. പലവട്ടം ഇട്ടിട്ട് പോകാൻ തോന്നിയില്ലേ, പലവട്ടം എതിർക്കാൻ തോന്നിയില്ലേ, പലവട്ടം കേസ് കൊടുക്കാൻ തോന്നിയില്ലേ, എന്നിട്ട് നീ പിടിച്ചു നിൽക്കുന്നില്ലേ? ഇത് കർത്താവ് നിനക്ക് തന്നിരിക്കുന്നൊരു കൃപയാണ്.
പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ പ്രാർത്ഥിച്ച് മടുത്തെന്ന് കരുതുന്നവര്, ക്ഷീണിച്ചെന്ന് കരുതുന്നവര്, മരവിപ്പിലായിരിക്കുന്നവര് വചനം കേട്ടുകൊള്ളൂ. പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ, അതിജീവിക്കണം, യു മസ്റ്റ് ഓവർകം. അതിജീവിച്ച് കഴിയുമ്പോൾ ദൈവം നിനക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം കിട്ടും. നീ അത് വിശ്വസിച്ചോ? ഇന്നത്തെ നിന്റെ കണ്ണുനീരൊരു വിത്താണ്, ദൈവത്തിന്റെ പ്രതിഫലം ഒരു കൊയ്ത്താണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നാളെ എന്താകുമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഇന്നലത്തെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. ഇന്ന്, ഇപ്പോൾ, ഈ സമയം നീ വിശ്വസിക്കണം. ഞാനിങ്ങനെ കരങ്ങൾ ഉയർത്തുന്നത് കൊണ്ട്, ഞാനിവിടെ നിന്ന് ഈശോയെന്ന് വിളിക്കുന്നത് കൊണ്ട് എൻ്റെ കർത്താവ് പ്രതിഫലം നൽകും. എൻ്റെ കർത്താവ് പ്രതിഫലം നൽകും. എൻ്റെ കർത്താവ് പ്രതിഫലം നൽകും. വിശ്വസിക്കുന്ന സഹോദരനും സഹോദരിയും കരങ്ങൾ ഉയർത്തി നീ നിൽക്കുന്ന സ്ഥലത്ത് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. പോരന്നേ, നാവ് തുറന്നോണം, ഹൃദയം തുറന്നോണം, യേശുവേ എന്ന് വിളിച്ചോണം. നിനക്ക് കർത്താവ് പ്രതിഫലം നൽകും. നിനക്ക് കർത്താവ് പ്രതിഫലം നൽകും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിക്കണം. അബ്രാഹത്തെ അനുഗ്രഹിച്ച ദൈവം, ജോബിനെ അനുഗ്രഹിച്ച ദൈവം, പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്ന ദൈവം ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയിലേക്കും വ്യാപരിക്കട്ടെ, ഓരോ വ്യക്തിയിലേക്കും വ്യാപരിക്കട്ടെ. പോരാ, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാണിത്. സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാണ്. യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. The mighty anointing, the mighty anointing, the mighty power, the mighty power ഓരോ വ്യക്തിയുടെ മേൽ വെളിപ്പെടുന്ന സമയം ആഗ്രഹിച്ചോണം, പ്രാർത്ഥിച്ചോണം. ഒരു പുതിയ അഭിഷേകം കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരിൽ കർത്താവ് പ്രതിഫലം നൽകും. ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് തന്നെ സംഭവിക്കും. ഇതാ ഈ സമയത്ത് കൈകളടിച്ച് പാടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചേർന്ന് കൈയടിച്ചേ, ശക്തിയോടെ കൈയടിച്ച പോരാ, നന്നായിട്ട് കൈയടിച്ചേ. ദ മൈറ്റി പവർ ഓരോന്നേ ആ ശരീരത്തിലേക്ക് വലിയൊരു അഭിഷേകം വെളിപ്പെടട്ടെ. നീ നിൽക്കുന്ന സ്ഥലത്ത് ഒന്ന് നന്നായിട്ടൊന്ന് കൈയടിച്ചാൽ ആ അന്തരീക്ഷത്തിൽ വലിയൊരു മൈറ്റി അനോയിന്റിങ് വെളിപ്പെടും. നീ ഇപ്പോൾ ആയിരിക്കുന്ന അന്തരീക്ഷത്തിൽ കൈയടിച്ചങ്ങോട്ടൊന്ന് പ്രാർത്ഥിച്ചു. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങോട്ട് കൈയടിച്ചങ്ങോട്ട് പാടി പ്രാർത്ഥിച്ചു. കർത്താവേ, നിന്റെ ശക്തി വെളിപ്പെടട്ടെ. പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്ന ദൈവം, പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്ന ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. യെസ്, കരങ്ങൾ ഉയർത്തി കൈയടിച്ചാലോ? ആമേൻ. ശിഷ്യരിൽ ഒഴുകണമേ. ആമേൻ. ശിഷ്യരിൽ ആത്മാവേ, യേശുവേ, ചേർന്ന് പാടി. ആമേൻ. യെസ്, സംഭവിക്കട്ടെ. പഠിക്കേ പഠിക്കേ. ആമേൻ. സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവേ, ആമേൻ.
ദാസരിൽ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും യേശുവേ എന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ച്, നാവ് തുറന്ന് പ്രാർത്ഥിച്ച്, ഈ ശുശ്രൂഷ സമയത്തേക്ക് ഒരു വലിയൊരു അഭിഷേകം സംഭവിക്കട്ടെ. എല്ലാ തിന്മയുടെ കെട്ടുകൾ കർത്താവ് അഴിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. The mighty power, the mighty anointing. പ്രാർത്ഥനാ വരം ലഭിക്കട്ടെ. നിനക്ക് കർത്താവ് പ്രതിഫലം നൽകും. നിനക്ക് കർത്താവ് പ്രതിഫലം നൽകും. നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങയിൽ ആരാധിക്കുന്നു. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ അഭിഷേകം, ഒരു വലിയ അനോയിന്റിംഗ് ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചോളൂ. ഈ വചനം ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞോളൂ. ദൈവസന്നിധിയിൽ, ഉച്ചത്തിൽ പറഞ്ഞ ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. അല്പം കൂടെ ഉച്ചത്തിൽ പറയാം. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം, വിശ്വസിക്കണം, വിശ്വസിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ഒരു കാര്യം നീ വിശ്വസിച്ചോണം. ദൈവം ഉണ്ട്. ആരുണ്ട്? ദൈവം ഉണ്ട്. തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകും എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചു. ആ ദൈവത്തിന്റെ പക്കൽ നമ്മൾ വന്ന് ചേർക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഉറപ്പിച്ചുകൊള്ളൂ, ദൈവം നമുക്ക് പ്രതിഫലം നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വിശ്വസിച്ചോണം കേട്ടല്ലോ. ഇന്ന് ഇവിടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ വിശ്വസിച്ചോണം. നമ്മളിവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷ സമയത്തും നമ്മൾ കൃത്യമായൊരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം. എൻ്റെ ദൈവം പ്രതിഫലം നൽകുന്നവനാണ്. ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ കണ്ണുനീര് കാണുന്നവനാണ് എൻ്റെ ദൈവം. പറഞ്ഞേ ആമേൻ. എൻ്റെ നിലവിളിക്ക് ഉത്തരം നൽകുന്നവനാണ് എൻ്റെ ദൈവം. പറഞ്ഞേ എൻ്റെ കൂടെയുണ്ട് എൻ്റെ ദൈവം. പറഞ്ഞേ അത് വിശ്വസിച്ചോണം. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ നിൽക്കുന്ന അനേകം പേരുടെ വലിയ ഭാരം വീട്ടിലുള്ള ചിലരെ കുറിച്ചാണ്. വീട്ടിലുള്ള ചിലരെ കുറിച്ച് ആ വ്യക്തിയുടെ അവസ്ഥ ഇങ്ങനെയാണ്. എന്തു ചെയ്യും? നിങ്ങൾ നാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ടാവും. വളരെ ഭാരപ്പെട്ടായിരിക്കും. എന്താകും? എന്തു ചെയ്യും? വിഷമിക്കണ്ട, പ്രതിഫലം ലഭിക്കും. അവർക്ക് വേണ്ടി നീ ഈ ആലയത്തിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. ഈ ഓൺലൈൻ ശുശ്രൂഷയിൽ അവർക്ക് വേണ്ടി നീ ഒരു പ്രതിനിധിയായി അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. നിന്റെ വീട്ടിൽ ഒരു കിടപ്പ് രോഗി ഉണ്ടാവും. ആ വ്യക്തിക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ നിനക്ക് ഇന്ന് ഈ ശുശ്രൂഷയിൽ അവർക്ക് വേണ്ടി പങ്കെടുക്കാൻ പറ്റും. നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും മാനസിക ദുഃഖങ്ങളിലുണ്ടാവും. ചില പ്രശ്നങ്ങളിൽപ്പെട്ടവർ, ചില മാനസിക പിരിമുറുക്കത്തിൽ കഴിയുന്നവർ, തലയ്ക്കകത്ത് ചില തെറ്റായ ചിന്തകളുമായിട്ട് കഴിയുന്നവർ, ഇനി ജീവിതത്തിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പോലും ചിന്തിക്കുന്ന, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ പോലും ഉണ്ടാകും. പ്രാർത്ഥിച്ചോ. ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായി എൻ്റെ കർത്താവ് ഈ വിഷയത്തിൽ ഒരു പ്രതിഫലം നൽകും. വിശ്വസിക്കണം. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തുതി, യേശുവേ സ്തുതി. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരങ്ങൾ കൂപ്പി അൾത്താരയിലേക്ക് നോക്കി നന്നായിട്ടൊന്ന് സ്തുതി ചൊല്ലിക്കേ.